സുഹൃത്തുക്കൾക്ക് സ്നേഹപൂർവ്വം സെന്റ് ജോസഫ് കോക്കുന്ന് ഇടവകയിലേക്ക് സ്വാഗതം അരുളുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി വളരെ അടുത്ത ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ. തീർച്ചയായിട്ടും ഈ ദേവാലയത്തിന്റെ ഉദാശകർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിന്റെ ചെറിയൊരു ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് എനിക്ക് തോന്നുക. 1884 മൂക്കന്നൂരിൽ സെന്റ് മേരീസ് പള്ളി സ്ഥാപിതമായത്. മൂക്കന്നൂർ ദേവാലയത്തിന്റെ വടക്കു ഭാഗത്തുള്ള കുന്നിൻ ചെരുവുകളിലായി ജനങ്ങളെല്ലാം കുടിയേറാൻ തുടങ്ങി. കാലക്രമത്തിൽ 1932 ഈ കോക്കുന്ന് പ്രദേശത്ത് ഒരു പള്ളിക്കൂടം നിർമ്മിക്കാനായി തറക്കല്ലിട്ടു. 1938 വൈക്കോല് കൊണ്ട് ആ പള്ളിക്കൂടം പണിത് ഒരു കുടിപ്പള്ളിക്കൂടമായി തീർന്നു. 1945 ആണ്ടോടുകൂടി ആയപ്പോഴേക്കും ഇവിടെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമത്തില് ആ ഒരു കപ്പേള യൗസേപ്പിതാവിന് പ്രതിഷ്ഠിച്ച് ഇവിടെ നൊവേനയും പരിശുദ്ധ കുർബാനയെല്ലാം ആരംഭിച്ചു. 1965 ആയപ്പോഴേക്കും പ്രഥമ വികാരിയായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് തച്ചിലച്ചനെ നിയമിച്ചു. അച്ഛൻ ചുമതലയേറ്റ് പിറ്റേ വർഷം തന്നെ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1966 1971 മെയ് 22 പുതിയ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം അത്യുന്നത കർദിനാൾ മാർ ജോസഫ് പാറക്കാട്ടിൽ പിതാവ് നിർവഹിച്ചു. ഏകദേശം 56 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇതാ ഒരു പുതിയ ദേവാലയം കൂടി നമ്മുടെ കോക്കുന്നില് കടന്നു വരുന്നു. 2026 ഏപ്രിൽ 26 മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ തട്ടിൽ പിതാവ് റാഫേൽ തട്ടിൽ പിതാവാണ് കൂദാശകർമ്മം നിർവഹിക്കുക. 2024 മാർച്ച് 19 അഭിവന്യ ബോസ്കോ പിതാവാണ് ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടത്. 55 വർഷം പഴയ ദേവാലയത്തിൽ ശുശ്രൂഷകൾ നിർവഹിച്ച് ആ ദേവാലയം കാലപ്പഴക്കം വന്നപ്പോൾ ചുറ്റുപാടുമുള്ള ദേവാലയങ്ങൾ പണിതുയർത്തിയപ്പോൾ കോക്കുന്നിലെ ദൈവജനത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു പുതിയ ദേവാലയം ഈ കാലഘട്ടത്തിന് യോജ്യമായ രീതിയിൽ ഒരു പ്രാർത്ഥനാലയം പണിയണമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് സഫലമാവുകയാണ്. ഈ 2 വർഷങ്ങൾ കൊണ്ട് ഈ ദേവാലയം ഇവിടെ പണിതുയർത്തിയപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. 200-ൽ പരം ഇടവക ജനങ്ങൾ കൊണ്ട് ആരംഭിച്ചൊരു ഇടവക 1938 200-ൽ പരം ആളുകൾ കൊണ്ട് ആരംഭിച്ചത് 2026 ആകുമ്പോഴേക്കും ഏകദേശം 850 കുടുംബങ്ങളായി. അത്രമാത്രം കുടുംബങ്ങള് ഇവിടെ കുടിയേറി താമസം ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ 850 കുടുംബത്തിന്റെ തീവ്രമായ ആഗ്രഹത്തിന്റെയും അവരുടെ അധ്വാനത്തിന്റെയും അവരുടെ സ്വപ്നത്തിന്റെയും ഫലമായിട്ടാണ് മനോഹരമായ ഈ ദേവാലയം പണിതുയർത്തത്. തീർച്ചയായിട്ടും ദൈവജനത്തിനെ മുഴുവനും നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുകയാണ്. അവർ നൽകിയ സമ്പത്ത് ഒരു ഭവനത്തിൽ പോലും പോകാതെയാണ് ഈ ദേവാലയം ഇവിടെ പണിതുയർത്തിയത്. കാരണം ദൈവജനം അവരുടെ ആലയത്തിലേക്ക് പണമായിട്ട് വന്ന് ഇത് പണിയുവാനുള്ള എല്ലാ സോഴ്സും അവർ നൽകുകയുണ്ടായി. ഈ ദേവാലയം അതിമനോഹരമായിട്ട് പണിതുയർത്തുവാൻ സാധിച്ചുവെങ്കിൽ അതിന് പുറകിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ദൈവജനം മാത്രമാണ്. അതോടൊപ്പം അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. 2 കൈക്കാരന്മാരുണ്ട്, ബെന്നിയും തോമസ് ചേട്ടനും ഉണ്ട്. അതോടൊപ്പം തന്നെ 3 കൺവീനേഴ്സ്, ശരിക്കും പറയുകയാണെങ്കിൽ അതിശക്തരായ 3 കൺവീനേഴ്സ് തന്നെയാണ്. സിവിൽ കാര്യങ്ങളൊക്കെ നല്ല അറിവുള്ള കുര്യച്ചൻ ചേട്ടനുണ്ട്, മൂലൻ കുര്യച്ചൻ ചേട്ടൻ. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മാത്യു മാടശ്ശേരി ചേട്ടനുണ്ട്. മറ്റു പർച്ചേസിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ജോർജ് വടക്കഞ്ചേരിയുണ്ട്. അതോടൊപ്പം തന്നെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ജസ്റ്റിനുണ്ട്. അതുപോലെ വൈസ് ചെയർമാൻ വർഗീസ് സാറുണ്ട്. ഒരു അസിസ്റ്റന്റ് കൺവീനർ ജോയി ചേട്ടനുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ നിതാന്തമായ പരിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഞങ്ങളെയൊക്കെ ചുറ്റി വളഞ്ഞുകൊണ്ട് ഒരു പറ്റം സമൂഹം സഹോദരങ്ങള്
ഒരു കൂട്ടായ്മയില് നല്ലൊരു കമ്മിറ്റി, പാരിഷ് കൗൺസില്, ദേവാലയ നിർമ്മാണ കമ്മിറ്റി അതിശക്തമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ദേവാലയം ഇന്ന് കൂദാശകർമ്മത്തിന് യോജ്യമായിട്ട് തീർന്നിരിക്കുക. ഞങ്ങൾ ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ദേവാലയം ഒരു സുവിശേഷമാണ്. കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ഈ ദേശത്തിന്, ഈ നാടിന്, ഈ ജനങ്ങൾക്ക് ഒരു സുവിശേഷമായിട്ടാണ് 2026 ആണ്ടില് അഭിവന്യ തട്ടിൽ പിതാവ് ഇത് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാധ്യമ ജോലി ഈ സുവിശേഷം ലോകത്തിന് അറിയിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് മുൻകൈ എടുത്തതില് സ്നേഹപൂർവ്വം ഇടവകയുടെ നാമത്തില് ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ വേള നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പേര് ജസ്റ്റിൻ, ഞാൻ പ്രോഗ്രാം കൺവീനറാണ് കൂദാശകർമ്മത്തിന്റെ. അപ്പൊ ഏകദേശം നമ്മൾ 26-ാം തീയതി പ്ലാൻ ചെയ്തേക്കുന്ന വിപുലമായിട്ടുള്ള പരിപാടികളാണ്. നമ്മുടെ അന്ന് മുഖ്യ കാർമ്മികൻ അഭിവന്യ മാർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവാണ്. നമ്മൾ അന്ന് തുടങ്ങുന്നത് ഏകദേശം ഒരു 3-3:15 കൂടി നമ്മുടെ ആശ്രമ ദേവാലയത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന് വാഹന അകമ്പടിയോടെ പിതാവിനെ സ്വീകരിച്ച് നമ്മുടെ ഡബിൾ കിണർ ജംഗ്ഷന്റെ അവിടുന്ന് ഏകദേശം 3 കൂടി പിതാവിന് നമ്മൾ പാലവും മറ്റുള്ള വാദ്യമേളങ്ങളൊക്കെ ആയിട്ട് പിതാവിനെ നമ്മുടെ പുതിയ ദേവാലയത്തിന്റെ അങ്കണത്തേക്ക് നമ്മൾ സ്വീകരിക്കും. അതിനുശേഷം അവിടെ റിബൺ കട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഫോർമൽ ഫംഗ്ഷൻസ് അവിടെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ആനവാതിൽ തുറന്ന് ലിറ്റർജിലേക്ക് കടക്കും. ഏകദേശം 4 മണിയോടുകൂടി അത് തുടങ്ങും. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 2.5 മണിക്കൂറോളം, 6:30 സമയത്ത് വരെ ആ ഒരു ലിറ്റർജി കർമ്മങ്ങൾ അവിടെ ഉണ്ടാവും. അതിനുശേഷം ദേവാലയത്തിനകത്ത് നമ്മൾ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട സഹോദരങ്ങളെ ഒരു ആദരിക്കുന്ന ചടങ്ങുണ്ട്. അതിനുശേഷം 7 മണിക്ക് അഭിവന്യ പിതാവ് നമ്മുടെ ദേവാലയത്തിന് കൂദാശകരം ഇനാഗ്രേഷൻ സ്റ്റോൺ, അതായത് ശിലാഫടികം ഇനാഗ്രേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ 3D പ്രൊജക്ഷൻ മാപ്പിംഗ്, ലൈറ്റ് വാഷ്, അങ്ങനത്തെ ഒരു ഷോ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പള്ളിയുടെ മുഖാവരണത്ത്. അത് നമ്മൾ സ്വിച്ച് ഓൺ കർമ്മമായിരിക്കും പിതാവ് നിർവഹിക്കുന്നത്. ഏകദേശം 7-7:10 ഏകദേശമൊക്കെ ആവും. 7:15 നമ്മൾ പൊതുയോഗത്തിലേക്ക് കിടക്കും. പൊതുയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് മാർ ഏലിയാസ് പിതാവ് ഉണ്ടാവും, പിന്നെ MLA ഉണ്ടാവും, പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളുണ്ട്, നമ്മള് സിസ്റ്റേഴ്സ്, അച്ഛന്മാര്, ചക്കിയത്ത് പിതാവ്, ഇവരൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു ഡോക്യുമെന്ററി നമ്മളവിടെ നമ്മുടെ ഹിസ്റ്ററി ചെറുതായിട്ട് ഒരു 10 മിനിറ്റ് നമ്മളവിടെ ഷോ ചെയ്യുന്നുണ്ട്. കൂടാതെ അതിനുശേഷം ഒരു 8:30 കൂടിയിട്ട് നമ്മുടെ അടുത്തൊരു 3D പ്രൊജക്ഷൻ മാപ്പിംഗ് 10 മിനിറ്റ് ഉണ്ടാവും. 8:20, 8:30 കൂടി. അതിനുശേഷം അഞ്ജു ജോസഫിന്റെ ലൈവ് ബാൻഡ് നമ്മൾ 2 മണിക്കൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഏകദേശം ഫുഡ് കമ്മിറ്റി കൺവീനറാണ് ജോർജ് ഏട്ടൻ. അദ്ദേഹം നമുക്ക് പറയും ഏകദേശം 10,000-ഓളം അംഗങ്ങൾക്കുള്ള സ്നേഹവിരുന്നും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന കാര്യങ്ങൾ, പ്രോഗ്രാം അതാണ്. സന്തോഷമുണ്ട് ഈ ഒരു ദേവാലയ കൂദാശയിൽ ഭാഗമാകാനായിട്ട്. ഈ ഒരു പുതിയ ദേവാലയത്തിന്റെ ഈ ഒരു കർമ്മങ്ങളിലും ഈ പണികളിലും ഒക്കെ അത് അറിയാനും അതിന്റെ ഭാഗമാകാനും കഴിയുന്നതിൽ സന്തോഷമുണ്ട്. ഒരു 200-250 പരം പേര് ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അത് കൈകാര്യം ചെയ്യാനും അത് സപ്ലൈ ചെയ്യാനും ഞങ്ങൾക്ക് 20ഓളം യൂണിറ്റുകളുണ്ട്. 15 കൗണ്ടറായിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ 15 കൗണ്ടർ ഓരോ യൂണിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിതരണം ചെയ്യാനൊക്കെ ഇതിനു വേണ്ട സജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങള് നമ്മളുടെ പള്ളിയുടെ കോമ്പൗണ്ടിൽ അടുത്തൊരു പറമ്പും കൂടി ഉണ്ട്. നമുക്ക് അവിടെ വാഹന പാർക്കിംഗ് അറേഞ്ച് ചെയ്യും. അതുകൂടാതെ നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ അന്ന് പാർക്കിംഗ് ഉണ്ടാവില്ല. ഞങ്ങൾ 2-3 സ്പോട്ട് അതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പാർക്കിംഗ്, അതിന് നമ്മൾ സെക്യൂരിറ്റി ഗാർഡ്സിനെ വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, വോളണ്ടിയേഴ്സ് ഉണ്ടാവും. 100-ൽ പരം വോളണ്ടിയേഴ്സ് ഇടവകയിൽ നിന്ന് തന്നെയുണ്ട്. നമ്മൾ പിതാവിന് റിസപ്ഷൻ കൊടുത്ത് 3:45 വിശുദ്ധ പ്രതിഷ്ഠാകർമ്മം, വിശുദ്ധ കൂദാശ വിശുദ്ധ കുർബാനയോട് കൂടിയാണ് ഈ കൂദാശ ആരംഭിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. കൂദാശയുടെ കുർബാനയുടെ പ്രാരംഭ ഭാഗം കഴിഞ്ഞാൽ ഈ കൂദാശയിലേക്ക് പ്രവേശിക്കും. കൂദാശ കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന തുടരുന്നതായിരിക്കും. അതിനുശേഷമാണ് ജസ്റ്റിനൂടെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ തുടർന്നുള്ള പൊതുസമ്മേളനം. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ സ്നേഹവിരുന്ന് നടക്കും. ഏകദേശം 10,000 പേർക്കാണ്
നമ്മൾ ഭക്ഷണം ഒരുക്കിയിരിക്കുക. ഈ ഒരു നാടിന്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുക. ഈ നാടിന്റെ ഇവിടെ അടുത്തുള്ള ചുറ്റുപാടുമുള്ള ആളുകളെ എല്ലാവരും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇടവകയിൽ നോക്കുകയാണ് ഏകദേശം ഒരു 3000-4000 പേരെ നമുക്ക് പങ്കെടുക്കുന്നു. പക്ഷേ 10,000 പേരെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള ഇടവകയിലെ സാധിക്കുന്നിടത്തോളം എല്ലാവരെയും ഞങ്ങള്, പിന്നെ അതുപോലെ ഞങ്ങളുടെ ഇടവകയിലെ ഗസ്റ്റ് ആയിട്ട് ഒത്തിരി പേരുണ്ട്, അക്രൈസ്തവരായിട്ടുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. ഓപ്പണിലെ മുഴുവൻ ജനങ്ങളും കാത്തിരുന്ന കാര്യമാണ് സംരംഭം. ഇത് പൂർത്തിയാകാനായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വികാരിക്കാൻ ആവശ്യമുണ്ട്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കാതുമുത്തമ്പറിക്കൽ അച്ഛൻ്റെ കരുതലാണ്, പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഒക്കെ പുറകിലുള്ളത്. അച്ഛൻ്റെ ആ ഒരു ഉദ്ഘാടന സ്വഭാവമാണ്. അച്ഛൻ പറഞ്ഞില്ലേ, വീട്ടിലൊന്നും പോയില്ലാതെ പോകാതെ കാര്യം സാധിച്ചത് അച്ഛൻ്റെ ആ പ്രത്യേക വൈഭവത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമാധാനമായിട്ട് ഈ 2 വർഷം കൊണ്ട് ഈ കാര്യം വളരെ ഭംഗിയായിട്ട് നിർത്താൻ സാധിച്ചത്. അച്ഛനോടുള്ള നന്ദി വ്യക്തിയിൽ നമുക്ക് മറക്കാവുന്നതല്ല. ഇത്രയും കരുതലോട് കൂടി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത്. ഇതാണ് 2 വർഷക്കാലം ഇത് വളരെ മനോഹരമാകാനായിട്ടുള്ള പ്രയത്നം നടത്തിയതിന്റെ ഒരു പരിസമാപ്തിയാണ് ഈ ദേവാലയം എന്നൊരു വളരെ സ്നേഹത്തോടും വളരെ ആത്മാർത്ഥവും പറയാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. പ്രത്യേകിച്ച് അച്ഛനാണ് അതിന് മുൻപിൽ നിന്ന് പ്രവർത്തിച്ചത്. അച്ഛൻ എല്ലാവരും തീരുമാനങ്ങളും ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിച്ചുകൊണ്ട്